ഹായ്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഞങ്ങൾ ബംഗാളിൽ 35 വർഷമാണ് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിച്ചിരുന്നത്. 35 വർഷം. ഇപ്പം നിങ്ങൾ ആ സംസ്ഥാനത്ത് പോയി നോക്കണം. ഇന്ത്യയുടെ ഒരു സംസ്ഥാനം ബംഗാളിൽ ചെന്ന് നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി LDF അവിടെ ഭരിച്ച 35 വർഷം. ഞാനവിടെ പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും ഒരു തരം താണ് അടിമയായിട്ടുള്ള ഒരു ഇതാണ് അവിടെ എനിക്ക് മനസ്സിലായത്. അത്രം പാവങ്ങൾ, ഒരു വളർച്ചയും ഇല്ലാത്തൊരു സംസ്ഥാനം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് നമ്മുടെ കേരളം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഓരോ ഇതിലും കൊണ്ടും മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതേപോലത്തെ ഒരു ഇതാണ് നമുക്കും വരാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 38 ദിവസമായി നമ്മുടെ ആശാ വർക്കേഴ്സുമാർ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടന്ന് സമരം ചെയ്യുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആശാ വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ കൊറോണ എന്നുള്ള ഒരു സംഭവം ഉണ്ടായി, മഹാമാരി. അതിനുവേണ്ടി ജീവൻ പണയം വെച്ച് 24 മണിക്കൂറും കഷ്ടപ്പെട്ട് അവരുടെ ജീവൻ പണയം വെച്ച് അവർ പ്രയത്നിച്ചവരാണ്, ഇല്ലേ? ആദിവാസി ഊരുകളിൽ പോയിട്ട് നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തെടുത്ത അവരാണ് അമ്മമാർ. അവരെ നമ്മൾ കൂട്ടി നിൽക്കണ്ടേ? ഇനി എന്നാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? നിങ്ങൾ പ്രതികരിച്ചില്ല എങ്കിൽ നമുക്ക് വരുമ്പോൾ മാത്രം നമ്മൾ പ്രതികരിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും തോറും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തളർച്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. ശ്രീലങ്കയിൽ ഒരു പ്രകടനം നടന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അവിടുത്തെ ജനങ്ങൾ ഇറങ്ങി അവിടുത്തെ രാഷ്ട്രീയത്തിനെ അട്ടിമറിച്ചു വന്നു. ഞാൻ അട്ടിമറിക്കാൻ വേണ്ടി ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ പ്രതികരിക്കണം. നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കണം. നമുക്ക് വേണ്ടി നമ്മുടെ ഓരോ സഹായത്തിനും നമുക്ക് വന്നവരാണ് ഈ ആശാ വർക്കേഴ്സ്, അമ്മമാർ, അംഗൻവാടി ടീച്ചർമാർ. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, അവർക്ക് 201 രൂപ ഈ കാലഘട്ടത്തിൽ 2025 നിങ്ങൾക്ക് ഈ 221 രൂപ കൊണ്ട് ഒരു ദിവസം നിങ്ങൾക്ക് ചിലവഴിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റുമോ? 221 ദിവസം 221 കൊണ്ട് എനിക്ക് പറ്റത്തില്ല. എങ്ങനെ പറ്റും? സാധാരണ ജനങ്ങളല്ലേ? മിനിമം 1200 1500 രൂപ ഉണ്ട്. 700 രൂപയാണ് അവർ ചോദിക്കുന്നത്. 700 രൂപ. അത് പോയിട്ട് അവർ പെൻഷൻ പറ്റുമ്പം അവർക്ക് 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. 2005 നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത് മിനിമം സാലറി, ഞാൻ കൂലിപ്പണിക്ക് പോയപ്പം 250 രൂപ ഉണ്ടായിരുന്നു 2005. പക്ഷേ കൽക്കട്ടയിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണം ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് 84 രൂപയാണ്. ഞാൻ പണിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ നാട്ടിലും പണിയിട്ടുണ്ട്, ഞാൻ കൽക്കട്ടയിലും പണിയിട്ടുണ്ട്. 1 വർഷം ഞാൻ പണിയിട്ടുണ്ട് അവിടെ. കാര്യം നമ്മുടെ നാട്ടിൽ ഈ പണി ചെയ്യുമ്പം എല്ലാവർക്കും ഒരു ഇതാണ്, കൂലിപ്പണിക്ക് പോകുമ്പം. അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട് തെർമൽ പവർ പ്ലാന്റിൽ 84 രൂപ. എനിക്ക് ഇപ്പോൾ ഓവർ ടൈം അടക്കം 125 രൂപ കിട്ടിയിട്ടുണ്ട്. ആ സംഭവം 2005 ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 2003 2004 കാലഘട്ടത്തിലാണ് ഈ 221 രൂപ. ആ 221 രൂപയാണ് ഇപ്പോഴും 2025 കിട്ടുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. 24 മണിക്കൂർ അവർക്ക് സമയമില്ല. നമ്മൾ കൂടെ നിൽക്കണ്ടേ? അത് ഡ്രൈവർമാർ, KSEBക്കാർ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ മന്ത്രിമാരുടെ സെക്രട്ടറിമാർക്ക് 2.5 വർഷം പണി ചെയ്തതിന് എന്തുമാത്രം പൈസ കിട്ടുമെന്ന് അറിയാമോ? 2.5 വർഷം പണി ചെയ്തതിന് അവർക്ക് പെൻഷൻ കിട്ടുകയാണ്. 42 വർഷം പണി ചെയ്തിട്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. 42 വർഷം പണി ചെയ്തിട്ട്. ഇവിടെ ജാതി, മതം, രാഷ്ട്രീയം പറഞ്ഞ് കളിക്കുന്ന, പുരോഗമനമില്ലാതെ സംസാരിക്കുന്ന, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കാര്യം പറയും. നിങ്ങൾ പത്രം വായിക്കുമ്പം അതിൽ കുറച്ച് സത്യാവസ്ഥ വരും. സത്യാവസ്ഥ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റിനെതിരെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പം അവർ വേറെ കാര്യം കുത്തിപ്പൊക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി.
നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അടുത്ത തെരഞ്ഞെടുപ്പ് നിങ്ങൾ പ്രതികരിക്കണം. സത്യം, ഇതേപോലത്തെ ഒരു അടി നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ വോട്ട് കൊണ്ടേ പറ്റുള്ളൂ, നിങ്ങളെ വിലയേറിയ വോട്ട് കൊണ്ടേ പറ്റത്തുള്ളൂ. എനിക്കറിയത്തില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തതെന്ന്. നിങ്ങൾക്ക് ഫോണുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഫോണുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കില്ല? നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പ്രതികരിക്കാം, നിങ്ങൾക്ക് വോയിസ് ഇടാം. നിങ്ങളുടെ വീഡിയോ വേണ്ട, നിങ്ങൾക്ക് വോയിസ് ഇടാം, പേടിക്കാതെ. ചിന്തിച്ച് നോക്ക്, കഞ്ചാവ്, മയക്കുമരുന്ന് എത്ര വർഷം കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും രീതിയിൽ വന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എനിക്ക് തെറ്റും, അതുകൊണ്ട് മലയാളം തെറ്റും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ബംഗാളികൾ കൂടുതലായിട്ട് ഇവിടെ വന്നു തുടങ്ങിയ ശേഷം നിങ്ങൾ നോക്കി നോക്ക്, എന്തുമാത്രം മരണങ്ങൾ, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എന്തുമാത്രം നമ്മളെ പെൺകുട്ടികൾ മരിച്ചിട്ടുണ്ട് ഇവിടെ. ഇതാ ഇപ്പോൾ 2025 തുടങ്ങിയത് തൊട്ട് ഇത്രയും മാസമായി എത്ര മരണം നടന്നു. ഇതാ ഇന്ന് ഒരു കോളേജിൽ നിന്ന്, ഇന്നല്ല 2-3 ദിവസത്തിന് മുമ്പ് ഒരു കോളേജിൽ നിന്ന് പിടിച്ചു കുറച്ച് കഞ്ചാവ്. ഇപ്പം കോളേജിലേക്ക്, നിങ്ങൾ എല്ലാ കോളേജിലും കയറി നോക്കി നോക്ക്, എല്ലാ കോളേജിലും കോളേജ് ഹോസ്റ്റലിലും കയറി നോക്കി നോക്ക്, നിങ്ങൾക്ക് പക്ക കിട്ടും. എല്ലാ കോളേജിലും. അത് ഈ റാപ്പിഡ് റൈഡായിരിക്കും നടത്തേണ്ടത്. കിട്ടും നിങ്ങൾക്ക്. എല്ലാ കുട്ടികളുടെയും ബ്ലഡ് ചെക്ക് ചെയ്ത് നോക്കി നോക്ക്, അറിയാൻ പറ്റും. നമ്മൾ പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ഇതാ കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു MLA മകൻ ഈ ഇടയ്ക്ക് പിടിച്ചായിരുന്നു ഇല്ലേ? ഇപ്പം എന്താ കേസ്? അത് പിടിച്ച പോലീസുകാരിപ്പം കിടന്ന് ഓടുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടോ നമ്മളെ പോലീസുകാരന്മാർ അടികൊണ്ട് വീഴുന്നത്? നമ്മൾ കേട്ടിട്ടുണ്ടോ? കൊച്ചു പയ്യന്മാരാണ് കയറി പണിയുന്നത്. എന്തുകൊണ്ട്? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇസ്രായേലിലാണ്. ഇവിടെ ഒക്ടോബർ 7-ാം തീയതി കുറച്ച് തീവ്രവാദികൾ, ഹമാസ് തീവ്രവാദികൾ കയറി. അതെങ്ങനെ കയറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർക്ക് മയക്കുമരുന്ന് കൊടുത്തിട്ട് കയറി. നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്യും എന്നുള്ള രീതിയിൽ അവർ വന്ന് പണിതെന്ന് പറയാൻ മൃഗീയമായിട്ട്, മൃഗത്തിന് പോലും ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, അതിനേക്കാളും മ്ലേച്ഛമായിട്ടാണ് അവർ കയറി ഇവിടെ പണിതത്. സത്യം, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, ആ രീതിയിലാണ് ഇവർ കയറി പണിതത്. അതേപോലെയാണ്, നിങ്ങൾക്കറിയാമോ, ഈ ഒരു മാസം നമ്മുടെ മുഖ്യമന്ത്രിയും കുറച്ച് മന്ത്രിമാരും ഒരു ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ നമ്മുടെ കോൺഗ്രസ് പ്രവർത്തകന്മാർ വന്ന് കരിങ്കൊടി കാണിച്ചതിന് അവർ കയറി രക്ഷാപ്രവർത്തനം നടത്തിയത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾ ചിന്തിച്ച് നോക്ക്, നിങ്ങളുടെ മക്കളെയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഒരു രാഷ്ട്രീയം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്, സ്വന്തം കൺമുമ്പിൽ നടക്കുകയാണ്. മെനഞ്ഞാന്ന് നിർമ്മലാ സീതാരാമനുമായിട്ടൊരു ഇത് നടന്നു. നിങ്ങൾ ചിന്തിക്ക്, അത് പൊതുകാര്യങ്ങളാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. പൊതുകാര്യങ്ങളായിട്ട് കേരളത്തിൻ്റെ ഇത്രയും മന്ദബുദ്ധിയാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇത് ധനകാര്യ മന്ത്രി, മണ്ടൻ. അറിയാമോ, ഇത്രയും ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. സത്യം, ഞാൻ ചെയ്യും ഇതിനേക്കാളും ബെറ്ററായിട്ട്. എൻ്റെ വീട്ടിലെ കണക്കുകളൊക്കെ ഞാനാണ് ചെയ്യുന്നത്. ചിന്തിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഈ ഒരു വീട്ടിൻ്റെ കാര്യമാണല്ലോ നിങ്ങൾ പറയുന്നത്. അല്ല, നിങ്ങൾ ചിന്തിച്ച് നോക്ക്, അവ എന്ത് പഠിച്ചിട്ടാണ് അവ ഇങ്ങനെയുള്ളൊരു മണ്ടൻ കാര്യം ചെയ്യുന്നത്? കേരളത്തിൻ്റെ വരുമാനം നോക്കണം ഇല്ലേ, അതിൻ്റെ ചിലവ് എന്ത് കണ്ടിട്ടാണ് അവ ഇങ്ങനെ ചെയ്യുന്നത്? എന്തുമാത്രം കടമെടുത്ത് ഈ 10 വർഷമായിട്ട് കേരളത്തിൻ്റെ കടം കൂടി നമ്മുടെ തലയിൽ. എന്തുമാത്രം ഈ രേഖകൾ കൃത്രിമം ചെയ്ത് ജോലിക്ക് കയറിയ, കൃത്രിമമായിട്ട് രേഖ ഉണ്ടാക്കി ജോലിക്ക് കയറിയ എത്ര കമ്മ്യൂണിസ്റ്റുകാരുണ്ട്? പിൻവാതിൽ നിയമനം. നിങ്ങൾ ചിന്തിക്കുക. സത്യം, ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് അത്രമാത്രം പറയാനുണ്ട്, അത്രമാത്രം. നമ്മളെ ശൈല ടീച്ചർ ഉണ്ടല്ലോ, PP കിറ്റ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും പ്രതികരിച്ചേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ട്? സത്യം നിങ്ങൾ സത്യം പറ. യെസ് ഓർ നോ, അത്രയേ ഉള്ളൂ. യെസ് ഓർ നോ പറ. ഞാനൊരു സാധനം 500 രൂപയ്ക്ക്, ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് സാധനം മേടിക്കുകയാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനം ഒരിടത്ത് വിൽക്കുകയാണ് 500 രൂപ.
ഒരിടത്ത് 450 രൂപ, ഒരേ സെയിം ക്വാളിറ്റി. ഞാൻ എവിടെ മേടിക്കും? അപ്പോൾ ഞാൻ പറയും, എടാ എനിക്ക് ഇന്നലെ 1500 വേണം എന്ന് പറയാണ്. അവൻ പറയും, അണ്ണാ 1500 മേടിക്കാൻ ഞാൻ 400 രൂപയ്ക്ക് തരാം, അല്ലെ 350 രൂപയ്ക്ക് തരാം. തന്നെ നമ്മൾ ഏത് മേടിക്കും? 500 രൂപയ്ക്കുള്ള മേടിക്കുമോ 350 രൂപയ്ക്കുള്ള മേടിക്കുമോ? ക്വാളിറ്റി സെയിം. അത് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾ പത്രം നോക്കുക. ചില പത്രങ്ങൾ ഇതുണ്ട്, രാഷ്ട്രീയമായിട്ടും നേർമയില്ലാതെ പറയുന്ന പത്രമുണ്ട്. പക്ഷെ നിങ്ങൾ പത്രം കേൾക്കുക, ന്യൂസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിൽ ചില തെറ്റുകൾ കാണും, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന് നടക്കുന്ന കാര്യം നാളെ അവർ മാറ്റും, വേറൊരു കാര്യം കൊണ്ടുവന്നത് മാറ്റും. ഞാൻ കേൾക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പത്രം നേരത്തെ വായിക്കത്തില്ലായിരുന്നു, ഞാൻ പത്രം ഒന്നും കേൾക്കാനുള്ള എനിക്കിതില്ലായിരുന്നു. ഞാൻ 2020 ശേഷം ഞാൻ കേൾക്കാൻ തുടങ്ങി, പത്രം ന്യൂസുകൾ കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കിത് കാര്യങ്ങൾ ഓരോന്നായിട്ട് മനസ്സിലാക്കിയത്. മനസ്സിലായില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ BJP നേതാവ് നരേന്ദ്രമോദി, സ്മൃതി ഇറാനി ഗ്യാസ് കുറ്റിയൊക്കെ ആയിട്ട് 2014 ഒരു സമരം നടത്തി. ഡോളർ, എനിക്ക് സങ്കടം വരുന്നു. ഡോളർ റേറ്റ് 42 രൂപയിൽ നിന്ന് 62 രൂപയായി. ഇപ്പം നിങ്ങൾക്ക് ഡോളർ റേറ്റ് 2025 മാർച്ച് 16 നിങ്ങൾക്ക് ഡോളർ റേറ്റ് എത്ര രൂപയെന്ന് അറിയാമോ? 23 രൂപയാണ്. 87 രൂപയാണ്. 87 രൂപ. ഒരു ഡോളറിന് 87 രൂപ. ഒരു ഡോളറിന് 87 രൂപ. നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞ് താണിരിക്കുകയാണ്. അങ്ങനെ ഇടിയുമ്പോൾ ആരെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ? ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ പ്രതികരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. വേറൊന്നും വേണ്ട. 3500 കോടി രൂപയുടെ സംരംഭം തുടങ്ങാമെന്ന് കിറ്റക് സാബുവിന് എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ ഓട്ടിച്ചു, ഇല്ലേ? നിങ്ങൾ പ്രതികരിച്ചോ? രാഷ്ട്രീയക്കാരന്മാർ ഒരു കാര്യം പ്രതികരിച്ചില്ല, പക്ഷെ ജനങ്ങൾ പ്രതികരിക്കണ്ടേ? പക്ഷെ അങ്ങനെ ഒരു പാർട്ടി തുടങ്ങിയെന്നുള്ള ഒറ്റ പേരിലാണ്, ഇല്ലേ? നിങ്ങൾ ഒന്നും മിണ്ടാത്തത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മൾ പ്രതികരിക്കത്തില്ല. കാര്യം നമ്മൾ വേണ്ട എന്നുള്ള രീതിയിൽ വിട്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ, നമുക്ക് വരാൻ പോകുന്ന തലമുറ ആണ് കഷ്ടപ്പെടാൻ പോകുന്നത്. സമയത്തിൻ്റെ വാല്യൂ പഠിപ്പിക്കുക. സമയം അത് പൊയ്ക്കൊണ്ടിരിക്കും, പടവേന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അതും പഠിപ്പിക്കുക. പ്രതികരിക്കാൻ പഠിപ്പിക്കുക. എല്ലാത്തിനും ചാടിക്കറിയല്ല, ആ കാര്യം വ്യക്തമായി പഠിച്ചതിന് ശേഷം പ്രതികരിക്കാൻ വേണ്ടി പഠിപ്പിക്കുക. ഇതെൻ്റെ രോദനമാണ്, സത്യം, എൻ്റെ വേദനയാണ്. ഈ അമ്മമാർ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ഒരാൾ, നമുക്ക് രണ്ട് സ്ത്രീ ജന്മങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ശൈല ടീച്ചർ, എവിടെ പ്രതികരിച്ച്? നമ്മുടെ ആരോഗ്യമന്ത്രി അവരെന്താണ് ചെയ്തത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പറ്റുമോ? അന്വേഷിക്കുന്നുണ്ട്, ഞാൻ നോക്കാം എന്താണ് അവർ ചെയ്തത്. നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ കേരള മെഡിക്കൽ കോളേജ്, ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ കോളേജുകളിൽ മരുന്നില്ല. എൻ്റെ വീട്ടിലിപ്പോൾ ഞാൻ ഉദാഹരണമാണ് പറയുന്നത്. എൻ്റെ വീട്ടിലിപ്പോൾ അരിയില്ല. ഞാൻ എന്ത് ചെയ്യും? അരിയും പലവ്യഞ്ജന സാധനവും എനിക്കില്ല. മക്കളുണ്ട്, ഭാര്യയുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഞാനാണ് ഗൃഹനാഥൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? നാളത്തേക്ക് കഞ്ഞി വയ്ക്കാൻ അരിയില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയും ഓക്കെ, അതിനുള്ള വഴി നാളെ പണിക്ക് പോയി വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ ചോദിക്കും, പണിയുണ്ടോ ഇല്ലേ? പൈസ ഉണ്ട്, നമ്മൾക്ക് വരുമാനം നോക്കി ചിലവഴിക്കുക. നമ്മൾ 10 രൂപ കിട്ടുകയാണെങ്കിൽ 8 രൂപയ്ക്ക് നമുക്ക് ചിലവാക്കാം. 2 രൂപ നമുക്ക് സേവ് ചെയ്യത്തക്ക രീതിയിൽ. അല്ല 10 രൂപ കിട്ടുമ്പം 25 രൂപ ചിലവാക്കുന്ന രീതിയാണെങ്കിൽ നമ്മുടെ ഇപ്പം കേരളത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും അതേപോലെ ഇരിക്കും. ഇപ്പം ഏത് പണിക്കും ഒരു പണിക്ക് മാന്യത കുറവില്ല. എത്ര പണിയും ഞാൻ ചെയ്യുന്നത്, ഞാൻ ഇവിടെ ചെയ്യുന്നത് ഹൗസ് ക്ലീനിങ്ങിനാണ്, വീട് ക്ലീനിങ്ങാണ്. എനിക്കൊരു മടിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ പശുത്തൊഴുത്തും പശു വളർത്തൽക്കായിട്ട് നിന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ പണിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. നിങ്ങൾ
ഈ പട്ടിണി കിടക്കുന്നതിനേക്കാളും ഈ 201 രൂപ എനിക്ക് സങ്കടം വരികയാണ് സത്യം. ആശാ വർക്കേഴ്സിനെ കുറിച്ചും നമ്മുടെ സാധാരണ ജനങ്ങളെക്കുറിച്ചും. ഞാൻ ഇന്നൊരു ആദിവാസി ഊരിൽ നിന്നുള്ള ഒരു പയ്യൻ്റെ ഒരു വീഡിയോ വോയിസ് കേട്ടായിരുന്നു. അവൻ വന്നിരുന്ന് പറയുന്ന രീതി. മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്, ലൈഫ് മിഷൻ്റെ വീടുകൾ പോലും ഇതുവരെയും ചെയ്തു കൊടുത്തിട്ടില്ല. അവർക്ക് അവരുടെ അടിവസ്ത്രം കൊണ്ട് ഒരു കക്കൂസ് പോലും ഇല്ല, അവർക്ക് ആഹാരമില്ല, അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കുന്നില്ല, അംഗൻവാടിയിലെ ടീച്ചർമാർക്ക് ശമ്പളമില്ല. അവർക്കൊക്കെ എത്രമാത്രം ശമ്പളം ഉണ്ടെന്ന് നമുക്കറിയാമോ? പക്ഷേ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ മേലാളന്മാർക്ക്, അതായത് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന 2.5 വർഷം പണി ചെയ്തവന്മാർക്കും ശമ്പളം കൂടുതലാണ്. പെൻഷൻ ഏതടിസ്ഥാനത്തിൽ? കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും മാറി ചാടി ഒരുത്തനുണ്ടായിരുന്നു, ഒരു തോമസ്. ഇപ്പം എവിടെ ചെന്നിരിക്കുന്നത്? അവരുടെ അടുത്ത് കണക്ക് ചോദിച്ചപ്പം നിങ്ങൾ സംസാരിച്ചോ? ഞാൻ സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? അവരെന്താണ് കണക്ക് കാര്യങ്ങൾ? അതൊന്നും എനിക്കറിയത്തില്ല. അവ എന്താണ് സംസാരിച്ചത്? മുഖ്യമന്ത്രി ഇവിടെ നിർമ്മലാ സീതാരാമൻ ചെന്ന് കണ്ട് കേരളത്തിന് ഇത്രമാത്രം സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യണം, എന്തെങ്കിലും സംസാരിച്ചോ? അല്ല, സംസാരിച്ചത് സ്വന്തം മോളെ രക്ഷിക്കണം, എങ്ങനെ രക്ഷിക്കാം, ഏത് സംസ്ഥാനം അല്ല ഏത് ജില്ല കൊടുക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാനൊന്നും പറയുന്നില്ല. നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ജില്ലയിൽ MP ആയി, ചിലപ്പോൾ അങ്ങേറെ സഹകരണം കൊണ്ടായിരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പ്രോബ്ലം ജയിക്കുന്നതിന് മുമ്പ് ഒരു പ്രോബ്ലം അവിടെ നടന്നു, വലിയൊരു പൂരം. അതാര് കലക്കി, എങ്ങനെ കലക്കി, വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും അവിടെ വന്ന് ശരിയാക്കില്ല. പക്ഷേ ഈ ഒരാൾ, അവിടെ ജയിച്ച ഒരാൾ വന്ന് ആ രാഷ്ട്രീയ പ്രോബ്ലം സോൾവ് ചെയ്തു. നല്ലത്, ഞാൻ പറയുന്നു നല്ലത്. അതേപോലെയാണ് ആശാ വർക്കേഴ്സിനെ നിങ്ങൾ 38 ദിവസം പ്രോബ്ലം ഉണ്ടാക്കി, അവിടെ ആ വ്യക്തി വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? 5 വർഷം നിങ്ങൾ ശ്രദ്ധിച്ചോ? ബംഗാളിൽ എന്താണ് സംഭവിച്ചത്? ത്രിപുരയിൽ എന്താണ് സംഭവിച്ചത്? മണിപ്പൂരിൽ മനസ്സിലായോ? വരും. എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചോ അവിടെയെല്ലാം ഇപ്പം ഭരിക്കുന്നത് BJP ആണ്. കേരളത്തിൽ വരും, നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നത്. BJPയുടെ അടുത്ത വിജയത്തിന് വേണ്ടി BJPക്ക് നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ 5% നിന്ന് 15% സീറ്റ് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വോട്ട് കളക്ഷൻ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലവും അവർ നേടും, ഉറപ്പ്. എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടോ. അടുത്ത ചിലപ്പോൾ 5 അല്ലെങ്കിൽ 10 വർഷമായിരിക്കും വരും. കമ്മ്യൂണിസ്റ്റ് എവിടെ കൂടുതലായിട്ട് ഭരിക്കുന്നോ അവിടെ എല്ലാം വന്നിട്ടുള്ളത് BJP ആണ്. ഇവിടെ ഞാൻ നല്ലത് ചെയ്തെങ്കിൽ നല്ലതെന്ന് പറയാം, മോശമാണെങ്കിൽ മോശമെന്ന് പറയാം. അത് തുറന്ന് പറയാം. മനുഷ്യരായ നമ്മൾ തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. നമുക്ക് വരാൻ വേണ്ടി കാത്തിരിക്കാതെ. ഓക്കെ, ഞാൻ മരിക്കും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയായാലും ഒരു ദിവസം മരിക്കും, ഒരു ദിവസം എങ്ങനെയായാലും മരിക്കും. ഒരു നല്ല കാര്യം ചെയ്തിട്ട് മരിച്ചു നോക്ക്, അടിപൊളിയായിരിക്കും, പൊളിയായിരിക്കും. ആത്മഹത്യയോട് ഞാൻ ഒരിക്കലും യോജിക്കത്തില്ല. ഇപ്പോൾ ഒത്തിരി ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതിന് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ആത്മഹത്യ ഒന്നിനും ഒരു ഇതുമല്ല, അത് ജീവിതത്തോട് ഒളിച്ചോട്ടമാണ്. ഞാനൊരിക്കലും ഒളിച്ചോടത്തില്ല. ഈ വോയിസ് ഞാൻ ഇടും, നിങ്ങൾ കേൾക്കുക, നിങ്ങൾ പ്രതികരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു ഇതേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ അത്രമാത്രം വേദനയുണ്ട്.